എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരു അവസരവുമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് എത്തിയിട്ടുണ്ട്. നബാർഡിന്റെ എക്സാം ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാലറി സ്കെയിലിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഹൈ ലെവൽ തന്നെയാണ് നബാർഡിന്റെ പോസ്റ്റ് വരുന്നത്. ഹൈ സാലറിയും ഫുൾ പാക്കേജുമായിട്ടാണ് നബാർഡ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നബാർഡിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. നബാർഡിന്റെ നോട്ടിഫിക്കേഷന് അഗ്രികൾച്ചർ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പം നബാർഡ് എന്താണെന്ന് നോക്കാം. ഏകദേശം നമ്മൾ കേരള PSC പഠിച്ചപ്പോൾ എക്കണോമിക്സിനകത്ത് നമ്മൾ നബാർഡിന്റെ ഫുൾ ഫോം എല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. നബാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ഏതെങ്കിലും ഒരു ലോണിന്റെ ആവശ്യത്തിനൊക്കെ നമ്മൾ നബാർഡുമായിട്ടാണ് ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം നബാർഡ് എന്ന് പറയുമ്പോൾ റൂറൽ ഡെവലപ്മെന്റിന്റെ അഗ്രികൾച്ചർ ബാങ്ക് തന്നെയാണ്. Apex banking institution provide a finance for agriculture and rural development, responsible for the development of the small industries, cottage industries and any other such a village and rural project. അപ്പോൾ അഗ്രികൾച്ചറിന്റെ റൂറൽ ഡെവലപ്മെന്റിന് ഏതൊരു ആവശ്യത്തിനും ഫണ്ട് കൊടുക്കുക എന്നാണ് നബാർഡിന്റെ പ്രാഥമിക കർമ്മം വരുന്നത്. അപ്പോൾ നബാർഡിലെ മെയിനായിട്ട് ഫംഗ്ഷൻ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് സൂപ്പർവിഷൻ, ഈ 3 ഫംഗ്ഷനാണ് നബാർഡിൽ നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് എല്ലാവരെയും കുറച്ചധികം ചോദ്യം. മാം ഇത് ഹോർട്ടിക്കൾച്ചർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഫുഡ് ടെക്നിക്കർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പോസ്റ്റ് വരുന്ന ഗ്രേഡ് A അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഫോർ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് മിനിമം 60% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്. 60% കുറയാതെ മാർക്കും വേണം ഡിഗ്രിയിൽ, അല്ലെങ്കിൽ 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. അപ്പോൾ PG കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് നബാർഡ് ഒരുക്കുന്നത്. PGയിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നബാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് PG കഴിഞ്ഞവർക്ക് സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ആഫ്റ്റർ PG വരുന്നുള്ളൂ, PG ക്വാളിഫിക്കേഷൻ വരുന്നുള്ളൂ. അതിൽ ഒന്ന് തന്നെയാണ് നബാർഡ് വരുന്നത്. നബാർഡിൻ്റെ ഗ്രേഡ് A അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 30 വയസ്സ് വരെയാണ്. FCAയുടെ ഏജ് ലിമിറ്റ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിഷമമായി. 27 വയസ്സ് വരെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ വിഷമം മാറ്റാനായിട്ട് നബാർഡ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് നബാർഡിൻ്റെ 21 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഏജ് റിലാക്സേഷനും ഉണ്ട്. 3 ഇയർ റിലാക്സേഷൻ OBC ആപ്ലിക്കൻസിനും, അതുപോലെ തന്നെ 5 വർഷം വരെ റിലാക്സേഷൻ SC/ST കാറ്റഗറീസിനും ഉണ്ട്. അതുപോലെ തന്നെ PWD ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ 13 വർഷവും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സാലറി സ്കെയിലാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. വേറെ ഏതൊരു ജോബിനെ സംബന്ധിച്ചിടത്തോളം ആയാലും നബാർഡിൻ്റെ സാലറി സ്കെയില് ഹൈ തന്നെയാണ്. ഇതിൻ്റെ ബേസിക്സ് പേയ്മെൻ്റ് ആണ് 44,500 രൂപയാണ് ഇതിൻ്റെ ബേസിക് പേയ്മെൻറ്റ് തന്നെ. പിന്നെ നമുക്ക് അലവൻസ് ഉണ്ട്. സിറ്റി അലവൻസ്, ഫാമിലി അലവൻസ്, ഗ്രേഡ് അലവൻസ്, അങ്ങനെ നമുക്ക് ഒരുപാട് അലവൻസ് കിട്ടും. അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ 1 മന്ത് 1 ലക്ഷം രൂപയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കരുതും ഏതൊക്കെ എക്സാമിന് ഇപ്പോൾ പഠിക്കുമല്ലേ, FCA വരുന്നുണ്ട്, നബാർഡ് വരുന്നുണ്ടെന്നൊക്കെ. നിങ്ങൾ മിക്ക ആൾക്കാരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റാണ്. കാരണം നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് എല്ലാ വർഷവും നബാർഡിൻ്റെ എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഈ വർഷം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ഇതിന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ സാലറി സ്കെയിൽ തന്നെയാണ്. ഇത്രയും വളരെ നല്ലൊരു സാലറി സ്കെയിൽ നിങ്ങൾക്ക് വേറെ ഒരു പോസ്റ്റിനും കിട്ടുകയില്ല. പിന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേണിലേക്ക് വരുമ്പോൾ പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. പ്രിലിംസിന് വരുന്നത് ഫേസ് 1ഉം മെയിൻസിന് വരുന്നത് 2ആണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം വരുന്നുണ്ട്, നമ്മുടെ FCAയുടെ പോലെ തന്നെ. ഇതിൻ്റെ ഫേസ് 1ൽ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിന് നമുക്ക് 120 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. 120 മിനിറ്റ്സ് 200 ക്വസ്റ്റ്യൻസ്. ഓരോ തെറ്റ് ക്വസ്റ്റ്യൻസിനും 1/4 മാർക്ക് വെച്ചിട്ട് നെഗറ്റീവും വരുന്നുണ്ട്. അപ്പം ഫേസ് 1 ഓർത്തിരിക്കുക, 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേറെ ഒരു എക്സാമിന് എനിക്ക് തോന്നുന്നില്ല പ്രിലിംസിന് 200 ക്വസ്റ്റ്യൻസ് വരുമെന്ന്. നബാർഡിൻ്റെ ഈ എക്സാമിന് 200 ക്വസ്റ്റ്യൻസ് തന്നെ പ്രിലിംസിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന 120 മിനിറ്റ്സ് മാത്രമായിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഫേസ് 1ൽ മെയിൻ സബ്ജക്റ്റുകൾ റീസണിങ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 4 നമ്മളിപ്പോൾ ഓൾറെഡി FCAക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം ഈ 4 സബ്ജക്റ്റുകളും നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വരുമ്പോൾ ഡിസിഷൻ മേക്കിംഗ്, ജനറൽ അവെയർനെസ്, അതും നമ്മൾ FCAയിൽ പഠിക്കുന്നുണ്ട്.
എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് വിത്ത് എംഫസിസ് ഓൺ റൂറൽ ഇന്ത്യ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമായിരിക്കും എക്സ്ട്രാ നിങ്ങൾ നബാർഡിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഓഫ് റീസണിങ് വരുന്നത് 20 മാർക്കാണ്. 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കിനാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കിനും, കമ്പ്യൂട്ടർ നിങ്ങൾ 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കിനും, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 20 ക്വസ്റ്റ്യൻ 20 മാർക്കിനുമാണ്. അപ്പം നിങ്ങൾ ഓർക്കുക, ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 1 മിനിറ്റ് മാത്രമാണ് ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾ എന്നും ഞാൻ പറയുന്നത് പോലെ തന്നെ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ സ്ഥിരം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് 1 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഈ എക്സാമിന് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡിസിഷൻ മേക്കിങ്ങും ജനറൽ അവയർനെസ് നമ്മൾ FCAയിൽ നോക്കുന്നുണ്ട്. എക്സ്ട്രാ നമുക്ക് ഇതിനകത്തൊരു എക്സ്ട്രാ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസും അതുപോലെ തന്നെ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് വിത്ത് എംഫസിസ് ഇൻ റൂറൽ ഇന്ത്യ. ഈ 2 ടോപ്പിക്കുകളുമാണ് പ്രിലിംസ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടത്. ബാക്കി നിങ്ങൾ റീസണിങ്ങും അതുപോലെ തന്നെ ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവയർനെസ്സും നിങ്ങൾ FCAയിൽ പഠിക്കുന്നത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 120 മിനിറ്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് അതിന് കിട്ടുക. ഇനി ഫേസ് 2ലേക്ക് വരികയാണെങ്കിൽ പേപ്പർ 1 ഉണ്ട്. പേപ്പർ 1 പറയുന്നത് ജനറൽ ഇംഗ്ലീഷാണ്. ഓർത്തിരിക്കുക, പേപ്പർ 1 ജനറൽ ഇംഗ്ലീഷാണ്. അത് ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും അതിൻ്റെ എക്സാം എന്ന് ഓർത്തിരിക്കുക. 3 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, പക്ഷേ 3 ക്വസ്റ്റ്യന് 100 മാർക്കായിരിക്കും. അതിന് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 90 മിനിറ്റ് മാത്രമായിരിക്കും. ഓർത്തിരിക്കുക, അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 30 മിനിറ്റ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇംഗ്ലീഷിൻ്റെ പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 ഇംഗ്ലീഷാണ്, ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്, 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 3 ക്വസ്റ്റ്യനും കൂടി 100 മാർക്കിലാണ് 90 മിനിറ്റ് ഉള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വെറും 30 മിനിറ്റാണ്, അരമണിക്കൂറാണ്. അതുപോലെ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ടു ബി ടൈപ്പ്ഡ് യൂസിങ് കീബോർഡ് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യാൻ പഠിക്കാം. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രിലിംസ് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ FCAയുടെ പ്രിലിംസിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നബാർഡിൻ്റെയും കൂടെ പ്രിലിംസിന് വേണ്ടി ഫോക്കസ് ചെയ്തോളൂ. FCAയ്ക്ക് മുന്നേ തന്നെ നബാർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് പോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പറാണ് പേപ്പർ 2 വരുന്നത്. ഇതിനകത്ത് മെയിനായിട്ടും എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഇതായിരിക്കും നമ്മുടെ ഇത് വരുന്നത്. അതും എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഒബ്ജക്റ്റീവ് ആണ് വരുന്നത്. അത് 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 50 മാർക്ക് വീതമാണ്, 30 മിനിറ്റും ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, സെക്കൻഡ് പേപ്പർ വരുന്നത് ഒന്നാമത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും, 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്, 30 മിനിറ്റ് ഡ്യൂറേഷനുമാണ്. പിന്നെ വരുന്നതാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. 16 ക്വസ്റ്റ്യൻസ് വിൽ ആസ്ക്ഡ് ഓഫ് വിച്ച് കാൻഡിഡേറ്റ് വിൽ ബി റിക്വയർഡ് ടു അറ്റംപ്റ്റ് 4 ക്വസ്റ്റ്യൻസ്. 16 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ഓർത്തിരിക്കുക, പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2വിൽ തന്നെ എക്കണോമിക് ആൻഡ് റൂറൽ ഇഷ്യൂസും അതുപോലെ തന്നെ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റും ഉണ്ട്, ഒബ്ജക്റ്റീവും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. ഒബ്ജക്റ്റീവ് വരുന്നത് 30 ക്വസ്റ്റ്യൻസ് 50 മാർക്കിനും, ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് 4 ക്വസ്റ്റ്യൻസ് എഴുതണം, അത് 50 മാർക്കിനാണ്, 90 മിനിറ്റാണ് സമയവും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എടുക്കാം, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. പിന്നെ ഫേസ് 2ലേക്ക് വരുമ്പം ഞാൻ പറഞ്ഞിരുന്നു, പേപ്പർ 1 ഡിസ്ക്രിപ്റ്റീവ് 100 മാർക്കിനാണ് വരുന്നത്, 90 മിനിറ്റാണ് വരുന്നത്. പേപ്പർ 2 ഒബ്ജക്റ്റീവ് വരുന്നത് 30 മിനിറ്റിന് 50 ക്വസ്റ്റ്യൻസും അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് 90 മിനിറ്റ്സിന് 50 മാർക്കിലുമാണ് വരുന്നത്. പിന്നെ ഇനി അടുത്ത കടമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ നമുക്ക് വരുന്നത് 50 മാർക്കിനാണ് ഇൻ്റർവ്യൂ വരുന്നത്. അതായത് നിങ്ങൾ ഓർക്കുക, നമുക്ക് ഇത്രയും വലിയൊരു സാലറി സ്കെയിലൊക്കെ കിട്ടുമ്പം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ നബാർഡിന് വേണ്ടിയിട്ടും FCAയ്ക്ക് വേണ്ടിയിട്ടും ഒരുപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം ഇൻ്റർവ്യൂ വരുന്നത് 50 മാർക്കിനാണ് ഇൻ്റർവ്യൂ വരുന്നത്, നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ സിലബസിലേക്ക് പോകുമ്പോൾ പേപ്പർ 1 സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് ഉണ്ട്. അതിനകത്ത് ഫേസ് 2ൻ്റെ ഈ പേപ്പർ 1 ഇംഗ്ലീഷാണ്, 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് എസ്സേ ഉണ്ട്, പ്രിസൈസ് റൈറ്റിംഗ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്, അതുപോലെ ബിസിനസ്, ഓഫീസ്, കോംപ്രിഹെൻഷൻ എക്സെട്ര അങ്ങനെ വരുമ്പോൾ ടോപ്പിക്കുകളാണ് കൂടുതൽ വരുന്നത്. പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റും, പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, നേച്ചർ ഓഫ് ഇന്ത്യൻ,
അതുപോലെ തന്നെ എക്കണോമിക് ഗ്ലോബലൈസേഷൻ, ഇൻഫ്ലേഷൻ. എനിക്ക് തോന്നുന്നു ഈ കുറേയൊക്കെ പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ എയുടെ എക്സാമിന് എക്കണോമിക്സിൽ കവർ ചെയ്തതാണ്. ഇൻഫ്ലേഷനൊക്കെ, പോവർട്ടി അലിവേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഇൻ ഇന്ത്യ, പോപ്പുലേഷൻ ട്രെൻഡ്, ഇതൊക്കെ നമ്മൾ എക്സ്റ്റൻഷനിൽ കവർ ചെയ്തതാണ്. അഗ്രികൾച്ചർ, റൂറൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്ലോബലൈസേഷൻ ഓഫ് എക്കണോമി, എഡ്യൂക്കേഷൻ, സോഷ്യൽ ജസ്റ്റിസ്, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഫേവർ അണ്ടർ ദ പ്രിവിലേജ്, അതുപോലെ തന്നെ കറണ്ട് എക്കണോമിക് സോഷ്യൽ ഇഷ്യൂസ്, അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെൻറ്റ്, കൺസെപ്റ്റ് ഓഫ് റൂറൽ ഏരിയ ആൻഡ് സ്ട്രക്ചർ, ട്രെൻഡ്സ് ഓഫ് ചേഞ്ച് ഇൻ റൂറൽ പോപ്പുലേഷൻ, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഓൾമോസ്റ്റ് കൂടുതലും ഈ എക്സാമിന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റൻഷനും എക്കണോമിക്സുമാണ്. അപ്പോൾ എക്സ്റ്റൻഷൻ്റെ എക്കണോമിക്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു PG സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് വെച്ചാൽ ഫേസ് 1 ക്ലിയർ ചെയ്യുക എന്നാണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളിരുന്ന് പ്രിലിംസിൻ്റെ എക്സാമിന് വേണ്ടി മെയിൻ ഫോക്കസ് ചെയ്യുക. പ്രിലിംസ് ക്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫേസ് 2ലേക്ക് കടക്കാൻ പറ്റൂ. വരാൻ പോകുന്ന FCAയുടെയും നബാർഡിൻ്റെയും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഏണസ്റ്റ് അക്കാഡമി ഒരു ഫോക്കസ് ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യുവാനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്